ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഒക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ വ്യക്തികളോടുള്ള ബന്ധമനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും ഓരോ ഓമനപ്പേരിട്ട് വിളിക്കാറുണ്ട്, അല്ലേ? അതായത് നമ്മൾ അവരെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കുകയും അവർ നമ്മളെ തിരിച്ച് ഒരു ഓമനപ്പേരിട്ട് വിളിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ അമ്മച്ചിയെ നീച്ചി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ പപ്പയെ ഞാൻ അശ്വശ എന്നായിരുന്നു വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ വിളി ഞാൻ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഈ വിളി കേൾക്കാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരികയും അവരെന്നോട് ചോദിക്കുകയും ചെയ്യാറുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന്. ഇതുപോലെ തന്നെ എൻ്റെ സ്വർഗത്തിലെ അപ്പനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ സ്വർഗത്തിലെ അപ്പനെ ഞാൻ വിളിച്ചിരുന്നത് ഈശോപ്പ എന്നായിരുന്നു. വളർന്നു വന്നപ്പോൾ ആ ബന്ധം കൂടി ഞാൻ വിളിക്കുന്നത് എൻ്റെ അപ്പൻ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പം ആ ബന്ധത്തിന് ഇച്ചിരി കൂടെ അകലം കുറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടി. അപ്പോൾ ഞാൻ വിളിക്കുന്നത് അപ്പ എന്നാണ്. അതുപോലെ തിരിച്ചും അപ്പൻ എന്നെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പലരും പങ്കുവെക്കുന്നത് കേൾക്കാറുണ്ട്. അവർക്കൊക്കെയും പല വിഷമ ഘട്ടത്തില് ഒരു കൂട്ടുകാരിയുടെ സൗണ്ടായി, അല്ലെങ്കിൽ ഒരു പിതാവിന്റെ സൗണ്ടായി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സൗണ്ടായിട്ട് ഈശോപ്പ അവരോട് സംസാരിച്ചു എന്ന്. അപ്പൊ നമ്മുടെ അപ്പനുമായിട്ട് ഇങ്ങനെയൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പന്റെ സ്വരം തിരിച്ചറിയാനും അല്ലെങ്കിൽ അപ്പൻ നമ്മളെ എങ്ങനെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വചനം ഇപ്രകാരം പറയുന്നു, ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു, അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പുതിയ വർഷത്തില് നമ്മൾ ഇതുവരെയും വ്യക്തിപരമായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ബന്ധം നമ്മുടെ അപ്പനുമായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ഇന്ന് തന്നെ നിങ്ങൾ വ്യക്തിപരമായി അപ്പൻ്റെ അടുത്ത് ഇരിക്കണം. അപ്പനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം. അപ്പനെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കണം. അപ്പൊ തിരിച്ചും അപ്പൻ നമ്മളെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കുന്നത് കേൾക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്.